ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വേഗം പോയി ഡ്രസ്സ് അങ്ങോട്ട് മാറ്റിയിട്ട് വെറുതെ ഒരു തമാശക്ക് ഇവിടെ ഉറങ്ങാണോ എണീച്ചിരിക്കാനുള്ളത് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ ആം ട്രാപ്ഡ്. കാരണം വെള്ള പാവാട അതിനെക്കൊണ്ട് എനിക്ക് അനങ്ങാനും നിൽക്കാനും കഴിയില്ലേനു. ഇതിപ്പോൾ പോയി അവിടെ കളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉള്ളത് കറുപ്പായി മാറും. അതുകൊണ്ട് ഞാൻ ഇവിടെ അനങ്ങാണ്ടിരുന്നു. ട്രിപ്പാണെങ്കിലും വീട്ടിലാണെങ്കിലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ഒരു എനർജി കിട്ടുള്ളൂ. ഈ സാധനങ്ങളൊന്നും ഉറവിടം അറിയില്ല കേട്ടോ. ഫസ്റ്റ് സീറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുന്നതാട്ടോ. ആക്ച്വലി ഞങ്ങൾ ഈ ഫീൽഡ് ട്രിപ്പ് വന്നതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് നെല്ലിച്ചനെ പറഞ്ഞ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് എൻ്റെ പേർപ്പസ് പറയുന്നത് നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നെല്ലിച്ചൻ പ്ലാൻ മാറ്റിയതിനെ കൊണ്ട് ഞങ്ങളെ പ്ലാൻ മാറ്റി. ഇപ്പോൾ ഞങ്ങളുള്ളത് പൂക്കോടാണ്. പൂക്കോട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അതിനെ കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഷോപ്പിങ്ങിനായിട്ടോ കയറിയത്. ഈ ഒരു ഷോപ്പിലേക്ക് അങ്ങോട്ടേക്ക് കയറി ഗൈസ്. എന്നിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ നോക്കി അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒന്നും എടുക്കാതെ നല്ല അന്തസ്സോട് കൂടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ക്രിസ്റ്റഫറിന്റെ ആയിട്ടുണ്ട്. മറ്റേ സിനിമയിലെ രാക്ഷസനെ അതിലത്തെ ക്രിസ്റ്റഫർ കൊല്ലാൻ പോകുമ്പോ ഇങ്ങനല്ലേ പട്ടി കൊരങ്ങ് ഞാൻ വാങ്ങിന്റെ ഇനി എന്റെ ഒന്നുമില്ല. ഇനി എന്റെ വഴിക്ക് വിടാം മാത്രം കിട്ടി. നമ്മള് രണ്ടാൾക്കാരും മൂഞ്ചി. അതുകൊണ്ട് ഇപ്പൊ ഇവളത് തിന്നാം കയ്യാനിട്ടാ. ഞാൻ 50 രൂപ പോയ സങ്കടത്തിലാ. 110 രൂപ 110 രൂപ വെള്ളത്തിൽ പോയി. അതെ ഞാൻ ഈ പട്ടികളോട് നമ്മളല്ല ഒളിപ്പിച്ച് വെച്ചോ അത് കേൾക്കാണ്ട് മെയിനായിട്ട് തിന്നതാ. ഞാൻ ഒളിപ്പിച്ച ചിന്തയ്ക്ക് കിട്ടി. ഞങ്ങൾക്ക് അത്ര കഴിവില്ല. ഫൈനലി ഷോപ്പിംഗ് അങ്ങോട്ടേക്ക് കഴിഞ്ഞു ഗൈസ്. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇട്ടു. ഞാൻ ഈ ചോക്ലേറ്റ് ഈ ഒരു ബോഡി ക്രീം തന്നെ വാങ്ങിയത്. ബസ്സിൽ അങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഞാൻ എണീക്കുന്നത് ഡിന്നർ കഴിക്കാനായപ്പോഴാണ്. അതാണ് ഈ ഒരു ഓഞ്ഞ ലുക്ക് കേട്ടോ. എല്ലാവർക്കും വേണ്ടി എന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഗൈസ്. വല്ലാത്തൊരു വെയിറ്റിംഗ് ആട്ടോ. ഫുഡിന് വെയിറ്റ് ചെയ്യാൻ പറയുന്ന ആ ഒരു വെയിറ്റിംഗ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ക്യാബേജും ക്യാരറ്റൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ വിശപ്പ് അങ്ങനെയൊക്കെ മാറ്റാലോ ചോദിച്ചാൽ അത് തിന്ന്. എല്ലാവരുടെ ടേബിളിലും സാധനത്തിലും ഞങ്ങളുടെ ടേബിളിൽ സാധനത്തില്ല. അതിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞങ്ങളെ ഫുഡ് അങ്ങോട്ട് സെർവ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. കാരണം കോളേജിന്റെ വകല്ല. അപ്പൊ പിന്നെ ഫുഡ് കടിയിൽ ഞങ്ങൾ യാതൊരുവിധ ദയവും ദാക്ഷനും ഒന്നും കഴിച്ചില്ല. ഇതൊക്കെ നമുക്ക് കോളേജിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നേരെ ബസ്സിലേക്ക് മുതിർന്നവർ പറയുന്നത് പോലെ കൂത്താടാൻ വേണ്ടി പോവുക. അങ്ങനെ ഞങ്ങൾ കൂത്താടുകയായിരുന്നു ഗൈസ്. നോക്കൂ ഗൈസ്, ലുക്ക് വരുമ്പോ എന്ത് ലുക്കിൽ വന്നതാ അല്ലേ? ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ? ക്ഷീണം പിടിച്ചോയി. നമ്മള് മാത്രല്ല എല്ലാരും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു ഗൈസ്. ഇനി നേരെ വീട്ടിൽ പോയാൽ നല്ലൊരു ഉറക്കം. പിന്നെ തിങ്കളാഴ്ച എക്സാം ആണ്. സോ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. സോ